തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Penco Marbles and Granites, ജോസ് ആലുക്കാസ്. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരത്തിലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും കസ്റ്റഡിയിൽ. പ്രതികളുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. നാട്ടികയിൽ AIYF പ്രവർത്തകൻ അൻസുലിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായി. തൃപ്രയാർ പോളിടെക്നിക് കോളേജിലെ മുൻ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ആദിത്യനാണ് പിടിയിലായത്. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ ജാമ്യാപേക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനിടയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് DCC ബ്ലോക്ക് ഭാരവാഹികളുടെ പുനഃസംഘടനാ പ്രതിസന്ധിയിലേക്ക്. ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് പുനഃസംഘടനയുമായി സഹകരിക്കില്ലെന്ന് സൂചന. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനവാൽ വിൽപ്പന നടത്തുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ടീം TCV നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭിച്ചത്. TCV ഇൻവെസ്റ്റിഗേഷൻ. കൈക്കൂലി വാങ്ങുന്നതിനിടെ കോർപ്പറേഷൻ റവന്യൂ വിഭാഗം ജൂനിയർ ക്ലർക്കിനെ വിജിലൻസ് പിടികൂടി. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി രവീന്ദ്രനാണ് അറസ്റ്റിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരത്തിലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും പിടിയിലായി. പ്രതികളുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. ATMൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിയിലെ ജീവനക്കാരനുൾപ്പെടെ 7 പേരാണ് കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചേർപ്പ് സ്വദേശി നിഖിൽ രാജാണ് മുഖ്യപ്രതി. ഇതിൽ 3 പേർ കവർച്ചയ്ക്ക് നേരിട്ടും 4 പേർ സഹായികളുമായി പ്രവർത്തിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മോഷണത്തിന് ശേഷം സഹായികളിൽ ചിലർ ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു. ATM കൗണ്ടറിൽ പണം നിക്ഷേപിക്കുന്ന ബ്രിക്സാരിയ ഏജൻസിയിലെ ഒരു ജീവനക്കാരനും ഇയാളുടെ സുഹൃത്തിന്റെ സുഹൃത്തുമാണ് ATM കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ATM കൗണ്ടറിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിയിലെ പാസ്വേഡ് അറിയാവുന്ന 10 ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കവർച്ചാ സംഘത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ATMൽ പണം കവർച്ച ചെയ്തവരെയും ഇവരെ സഹായിച്ചവരെയും പോലീസിന് കൊടുക്കാനായത്. മോഷണം പോയ പകുതിയിലധികം പണം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. മോഷണം നടന്ന ATM സെന്ററിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ശിവവിക്രത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നാട്ടികയിൽ AIYF പ്രവർത്തകൻ അൻസുലിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനായിരുന്ന വിദ്യാർത്ഥിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയായില്ലെന്ന് പ്രതിഭാഗം വാദിച്ചതിനെ തുടർന്ന് തൃശൂർ CJM കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മുൻ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ആദിത്യനാണ് നാട്ടിക അൻസിൽ വധക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം നവംബർ 17-നാണ് AIYF തൃത്തല്ലൂർ ചെട്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അൻസിൽ കൊല്ലപ്പെട്ടത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ദശമി ദിവസം രാത്രിയിൽ പോളിടെക്നിക് ഹോസ്റ്റലിൽ ആക്രമണം നടത്തിയ സംഘമായിരുന്നു അൻസിലിന്റെയും കൊലപാതകത്തിന് പിന്നിലെന്ന് വലപ്പാട് CI R രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു. കൊലപാതകം നടന്ന 4-ാം ദിവസം കുപ്രസിദ്ധ ഗുണ്ടാതലവനായ അരുൺ എന്ന സ്പൈഡർ അനു ഉൾപ്പെടെയുള്ള 20 പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. 20 പ്രതികളിൽ 7 പേർ തീരദേശത്തെ പ്രമുഖ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളാണ്. പോളിടെക്നിക് കോളേജിലെ മുൻ വിദ്യാർത്ഥി നേതാവായിരുന്ന ആദിത്യനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരുമായി തർക്കം നടന്നിരുന്നു. പിന്നീട് ദശമി രാത്രിയിൽ തൃപ്രയാറിൽ എത്തിയ ആദിത്യൻ ഇവരുമായി വീണ്ടും തർക്കിച്ചു. ഇതിന് പകരം വീട്ടുവാൻ സ്പൈഡർ അനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇയാൾ സമീപിക്കുകയായിരുന്നു. തുടർന്ന് സ്പൈഡർ അനുവും സംഘവും പോളി ഹോസ്റ്റൽ ആക്രമിച്ച് SFI പ്രവർത്തകരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഹോസ്റ്റൽ ആക്രമണം കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടെ നാട്ടികയിൽ വെച്ചാണ് ബൈക്കിൽ വരികയായിരുന്ന അൻസിലിനെ സ്പൈഡറും സംഘവും കൊലപ്പെടുത്തുന്നത്. സ്പൈഡർ അനുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ കഞ്ചാവും മദ്യവും ഉപയോഗിച്ചാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. കൊലപാതകവും 7 വധശ്രമവും ഉൾപ്പെടെ 20ഓളം കേസുകളിൽ പ്രതിയായ സ്പൈഡർ അനു ഗുണ്ട ആക്ട് പ്രകാരം ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. അഡീഷണൽ SI MP മുഹമ്മദ് റാഫി, CPOമാരായ ശിവദാസ്, ലിച്ചു എന്നിവരും ആദിത്യനെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV തൃപ്രയാർ.
ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനിടയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ.പി. സുധീർ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചത്. പ്രതിക്കെതിരെയുള്ള പല കേസുകളിലും പരാതിക്കാരെയും സാക്ഷികളെയും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് വരുതിയിലാക്കി കേസുകൾ ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും സാക്ഷി വിസ്താരം ആരംഭിക്കാനിരിക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് പ്രതിഭാഗം വക്കീൽ വ്യക്തമാക്കി. ചന്ദ്രബോസിന്റെ ചികിത്സാ രേഖകളുടെയും പോസ്റ്റ്മോർട്ടം രേഖകളുടെയും പകർപ്പ് പൂർണ്ണമായും ലഭിച്ചില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. പെൻഡ്രൈവിലാക്കി കോടതി സൂക്ഷിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ രേഖകളും ലഭ്യമാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കോടതിയിൽ വെച്ച് തന്നെ രേഖകൾ ഒത്തുനോക്കാമെന്നും ആവശ്യമായവ പകർപ്പെടുത്ത് നൽകാമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രതി മുഹമ്മദ് നിസാമിന്റെ കാപ്പ കാലാവധി തീർന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജയിലിൽ കഴിയുന്ന പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഒക്ടോബർ 26-ന് വിചാരണ ആരംഭിക്കും മുമ്പ് പ്രതിയെ ജില്ലയിലെ ജയിലിലേക്ക് മാറ്റണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. പോലീസും ജയിലധികാരികളുമാണ് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കേണ്ടത്. ഒക്ടോബർ 26 മുതൽ നവംബർ 17 വരെയാണ് കേസിലെ സാക്ഷി വിസ്താരം നടക്കുക. 111 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിക്കുക. കേസിലെ സുപ്രധാന സാക്ഷികളായ 11 പേരെ ഒക്ടോബർ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് വിസ്തരിക്കുക. സാക്ഷി വിസ്താരമടക്കമുള്ള വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് നവംബർ 30-ന് കേസിന്റെ വിധി പ്രസ്താവിക്കാനുള്ള നടപടിക്രമങ്ങളാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടന പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് DCC ബ്ലോക്ക് ഭാരവാഹികളുടെ പുനഃസംഘടനയാണ് പ്രതിസന്ധിയിലായത്. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് ഇരുചേരികളിലായി നിൽക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിപ്പിച്ച് കോൺഗ്രസ് പുനഃസംഘടന നടത്തുന്നതിനുള്ള സമിതി അംഗമായി MP വിൻസെന്റ് MLAയെയാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും മുൻപ് കോൺഗ്രസ് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ചാവക്കാട് ഹനീഫ വധത്തെ തുടർന്ന് ഗ്രൂപ്പ് പോര് രൂക്ഷമായി തുടരുന്ന ജില്ലയിൽ കോൺഗ്രസ് പുനഃസംഘടന അപ്രായോഗികമാകുമെന്നാണ് സൂചന. മണ്ഡലം ഭാരവാഹികൾ മുതൽ DCC ഭാരവാഹികൾ വരെയുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാക്കേണ്ടത്. 56 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളിൽ മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാത്രമാണ് നേരത്തെ പൂർത്തിയായിട്ടുള്ളത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ മറ്റ് ഭാരവാഹികളുടെയും 14 ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെയും DCC ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. അതേസമയം ചേരിപ്പോരിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് ഉന്നതാധികാര യോഗത്തിൽ KPCC പ്രസിഡന്റിന്റെ കർശന താക്കീത് ലഭിച്ച ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് പുനഃസംഘടനയുമായി സഹകരിക്കില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനവാൽ വിൽപ്പന നടത്തുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആനവാൽ വിൽപ്പനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV നൽകിയ വാർത്ത ദേവസ്വം അധികൃതർ നിഷേധിച്ചിരുന്നു. ടീം TCV നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭിച്ചത്. TCV ഇൻവെസ്റ്റിഗേഷൻ. കഴിഞ്ഞ കുറെ മാസങ്ങളായി ആനത്താവളത്തിൽ വ്യാപകമായി ആനവാലും കൊമ്പും വിൽപ്പന നടക്കുന്നുണ്ടെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് TCV വാർത്ത നൽകിയത്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കേണ്ടവർ തന്നെ സംഭവം നിഷേധിച്ച് തടി തപ്പാനാണ് ശ്രമിച്ചത്. ഇതാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ 4 പേർ രഹസ്യ ക്യാമറയുമായി ആനത്താവളത്തിൽ പ്രവേശിച്ചു. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരു പാപ്പാനെ കണ്ട് കാര്യം ബോധിപ്പിച്ചു. തന്റെ ആനയ്ക്ക് ഇപ്പോൾ വാലില്ലെന്നും 6 മാസത്തിന് ശേഷം വരാനും പറഞ്ഞു. വാൽ കിട്ടാൻ മറ്റു വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആനത്താവളത്തിന്റെ തെക്കേപ്പറമ്പിൽ ലഭിക്കുമെന്നും ആനകളെ തളച്ചിരിക്കുന്നതിന് സമീപത്തുള്ള ഷെഡുകളിൽ അന്വേഷിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഇതനുസരിച്ച് ഞങ്ങൾ തെക്കേപ്പറമ്പിലേക്ക് ചെന്നു. ഞങ്ങളെ കണ്ടതും ഷെഡുകളിൽ ഉണ്ടായിരുന്ന പാപ്പാന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് പോകുകയും ചെയ്തു. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് മരത്തിന്റെ ചൂട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പ്രായം ചെന്ന ഒരു പാപ്പാനെ സമീപിച്ചു. സംസാരത്തിൽ അദ്ദേഹം ഇടനിലക്കാരനാണെന്ന് മനസ്സിലായി. കോട്ടയത്ത് നിന്ന് വന്ന അതിഥിക്കാണ് വാലെന്നും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പേടി അകറ്റാനാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞങ്ങളെ കണ്ട് ഫോറസ്റ്റുകാരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പാപ്പാന്മാർ എണീറ്റ് പോയതെന്നും സാധനം തരാമെന്നും ഇടനിലക്കാരൻ സമ്മതിച്ചു. 2 വാലിന് 1000 രൂപ വില പറഞ്ഞുറപ്പിച്ചു. 500 മതിയോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വിലപേശലില്ല, സാധനം വാങ്ങി പെട്ടെന്ന് സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞു. അത് നല്ലത് കിട്ടുമ്പോൾ ഒരു കുട്ടിക്ക് വളം കിട്ടിക്കാണ് പേടിക്കാന്ന് ഞാൻ പറയില്ലല്ലോ. നമ്മുടെ അടുത്തില്ല നല്ല സാധനം കിട്ടുമ്പോൾ 2,1000 കൊടുക്കുന്നത്. 2,1000 കൊടുക്കുന്നത് 2,000 ഞാൻ നിങ്ങളെ വിശ്വസിച്ച ഒരാളെ കാണിച്ചു തരാം. അല്ല അവരെ കൊണ്ട് കുണ്ടിച്ചടിക്കരുത്. വളരാൻ വേണ്ടി മാത്രം കിട്ടാൻ വേണ്ടി മറ്റേ പുറത്ത് കിട്ടുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട്. വളം കിട്ടിക്കാം.
കുട്ടിക്കാണെങ്കിൽ വള കെട്ടിച്ചിട്ട് ഒരു മോദത്തിനുള്ള കഷ്ണം നമുക്കതൊന്ന് കിട്ടും. വലിപ്പത്തിലുള്ള സാധനം ഒരാളെ ഞാൻ കാണിച്ചു തരാം, ആളുണ്ടെങ്കിൽ ഞങ്ങളെ മുമ്പ് ഇടിപ്പിച്ച് തരാം. ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അത്രേ ഉള്ളൂ. അല്ല അത്ര ഞാൻ ഉണ്ടോ ഒരു 1000 ഫുള്ള് പിടിക്കാൻ തയ്യില്ല കുട്ടിന്ന് അതായത് ഫോറസ്റ്റുകാരൊക്കെ ആകുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ആൾക്കാരെ പറഞ്ഞിട്ട് മറ്റവരെ കൊണ്ടേ പൊള്ളിച്ചായിരിക്കാൻ ആ ഒരു സംവിധാനം ആണെങ്കിൽ എൻ്റെ കൂടെ പോകുന്ന കഴിഞ്ഞാൽ ഞാൻ ആളെ കാണിച്ചു തരാം, അങ്ങോട്ട് മുമ്പിലേക്ക് തരും. അപ്പോൾ ഓഫൊക്കെ ഞാൻ ചെയ്തു തരാം. എന്താ നിങ്ങളെ വിശ്വസിച്ച് ചെയ്യുന്നുണ്ടോ? വേണ്ട ഉണ്ടോ? നിങ്ങൾ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ നടന്നു ആ പൊളി നിൽക്കില്ലേ അതിലാണ് നടന്നു. ഞാൻ പിന്നാലെ വന്ന് ഈ വഴി ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ പിന്നാലെ വന്ന് ആളെ കാണിച്ചു തരാം. നേരെ പൊക്കോ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുണ്ടെങ്കിൽ നടക്കില്ല. ഇടനിലക്കാരൻ ചൂണ്ടിക്കാട്ടിയ ഷെഡിലേക്ക് ഞങ്ങൾ നടന്നു. ഷെഡിനടുത്ത് 5 മിനിറ്റ് കാത്തുനിന്നപ്പോഴേക്കും മറ്റൊരു പാപ്പാനെയും കൂട്ടി ഇടനിലക്കാരൻ എത്തി. തെക്കേപ്പറമ്പിന്റെ കിഴക്കേ മൂലയിലായി തളച്ചിരുന്ന വലിയൊരു ആനയുടെ സമീപത്തേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. പാപ്പാൻ നേരെ ആനയുടെ പുറകിൽ ചെന്ന് വാലിൽ നിന്ന് വലിയ 2 എണ്ണം കടിച്ചെടുത്തു. ദൃശ്യം വ്യക്തമായി പതിയാൻ ആനയുടെ പുറകുവശത്തേക്ക് ചെന്ന ഞങ്ങളെ പാപ്പാൻ വിലക്കി. ഇത് പുന്നത്തൂർ കോട്ടയാണ്, ഇവിടെ അതിക്രമം കാണിച്ചാൽ പുറത്തു പോകാൻ പറ്റില്ലെന്നും ഗുണ്ടയുടെ സ്വരത്തിൽ അയാൾ ഭീഷണിപ്പെടുത്തി. പണം നൽകി പോകാൻ സമയത്ത് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ നമ്പറൊന്നും ഇല്ല, എപ്പോൾ വന്നാലും സാധനം തരാമെന്നായിരുന്നു പ്രതികരണം. 1000 രൂപയുണ്ടെങ്കിൽ ആർക്കും ലഭിക്കും ഇതുപോലൊരു ആനവാൽ. ഇത് ആനത്താവളത്തിലെ പീഡനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഒന്നു മാത്രമാണ്. എന്തുകൊണ്ടാണ് അധികൃതർക്ക് ഇതിനെ തടയിടാൻ കഴിയാത്തത്? ആനകളേക്കാൾ തൊലിക്കട്ടിയാണ് ഇതിന് കാരണമെങ്കിൽ പാവം മിണ്ടാപ്രാണികളെ നിങ്ങൾക്ക് രക്ഷയില്ല. ക്യാമറാമാൻമാരായ ഷൈനും വിഘ്നേഷിനുമൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. എറണാകുളം പഴന്തോട്ടം സ്വദേശി കരിമാലി വീട്ടിൽ 48 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് മരിച്ചത്. പീഡനക്കേസിൽ 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് മരിച്ച സുഭാഷ്. മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൈക്കൂലി വാങ്ങുന്നതിനിടെ കോർപ്പറേഷൻ റവന്യൂ വിഭാഗം ജൂനിയർ ക്ലർക്കിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി IV രവീന്ദ്രനാണ് അറസ്റ്റിലായത്. പരാതിക്കാരൻ വരന്തരപ്പള്ളി ഓളാട്ടുപുറം ദിലീഷിൽ നിന്ന് 7000 രൂപ വാങ്ങുന്നതിനിടെയാണ് ഇയാൾ വിജിലൻസിന്റെ പിടിയിലായത്. കൊക്കാലെ കാസിനോ ഹോട്ടലിന് സമീപം സിലിക്കേറ്റ് ബോർഡ് ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിന്റെ പുതിയ നമ്പർ പരിശോധിക്കാൻ ദിലീഷ് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. പുതിയ നമ്പർ അനുവദിച്ചിരുന്നുവെങ്കിലും നമ്പർ പതിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു. 2010 മുതലുള്ള പുതുക്കിയ നികുതി അടയ്ക്കണമെന്നും ഇതിന് 3 മാസം കാലതാമസം വരുമെന്നും ഉദ്യോഗസ്ഥൻ ദിലീഷിനെ അറിയിച്ചു. 13,000 രൂപ തന്നാൽ എല്ലാം ഉടൻ ശരിയാക്കി തരാമെന്ന് ദിലീഷിനോട് രവീന്ദ്രൻ പറഞ്ഞിരുന്നു. അവസാനം 7,000 രൂപയുമായി വരാൻ പറഞ്ഞതിനെ തുടർന്ന് വിജിലൻസിന് ദിലീഷ് പരാതി നൽകുകയായിരുന്നു. വിജിലൻസ് നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് പണം കൈമാറുന്നതിനിടെയാണ് രവീന്ദ്രനെ പണവുമായി വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വിജിലൻസ് ഡിവൈഎസ്പി A രാമചന്ദ്രൻ, CIമാരായ PS സുനിൽകുമാർ, സലിൽകുമാർ, ഷാജ് ജോസ്, വിപിൻ ദാസ്, SIമാരായ ജോൺസൺ, ജോയി തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. രവീന്ദ്രന്റെ തളിക്കുളം തമ്പാൻകടവിലെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തി. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ ടോൾ പിരിക്കാനുള്ള ശ്രമം വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. മേൽപ്പാലത്തിന്റെ മാളഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന ദിവസമായ ഇന്നലെ അർദ്ധരാത്രിയിൽ തന്നെ ടോൾ പിരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതാണ് നാട്ടുകാരിൽ പ്രതിഷേധമുയർത്തിയത്. കൊടകര മാള സംസ്ഥാന പാതയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആളൂർ റെയിൽവേ മേൽപ്പാലം വ്യാഴാഴ്ച വൈകുന്നേരമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് അപ്രോച്ച് റോഡിന് നടുവിലായി ടോൾ ബൂത്ത് കണ്ടത്. ഇരുഭാഗത്തും കൗണ്ടറുകളുള്ള ഇരുമ്പിന്റെ ക്യാബിൻ രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. ഗ്രാമീണ മേഖലയിലെ പാലത്തിൽ ടോൾ പിരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന നിലപാടുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വന്നതോടെ ടോൾ പിരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് അധികൃതർ താൽക്കാലികമായി പിൻവാങ്ങി. വെള്ളിയാഴ്ച രാവിലെ CPM പ്രവർത്തകരാണ് ടോൾ പിരിവിനെതിരെ പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത്. തൊട്ടുപിന്നാലെ BJPയും എത്തി. ടോൾ ബൂത്ത് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ബൂത്തിൽ CPM പ്രവർത്തകർ കൊടികൾ നാട്ടിയും ടോൾ ബൂത്ത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ടോൾ പിരിവ് സംബന്ധിച്ച് തീരുമാനം മുൻകൂട്ടി അറിഞ്ഞിട്ടും ജനപ്രതിനിധികൾ മറച്ചുവെക്കുകയായിരുന്നുവെന്ന് CPM കുറ്റപ്പെടുത്തി. ഒരു കാരണവശാലും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനുള്ള നീക്കമുണ്ടായാൽ ശക്തമായ സമരത്തിലൂടെ നേരിടുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ടോൾ ബൂത്ത് അടച്ചുകെട്ടി സംഘടനകൾ സമരം തുടങ്ങിയതോടെ കൊടകര പോലീസ് സ്ഥലത്തെത്തി. ടോൾ ബൂത്ത് സ്ഥാപിച്ചത് സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജെ കളത്തിങ്കൽ പറഞ്ഞു. TCV കൊടകര.
ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ ടോൾ പിരിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് അധികൃതരെന്ന് സൂചന. ടോൾ ബൂത്ത് സ്ഥാപിച്ചതുമായി ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് പാലത്തിൽ ടോൾ പിരിവ് ആരംഭിക്കരുതെന്ന് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ ടോൾ പിരിവ് സംബന്ധിച്ച് അന്തിമ തീരുമാനം. 14 കോടി രൂപയോളം ചിലവഴിച്ചാണ് ആളൂർ മേൽപ്പാലവും അപ്രോച്ച് റോഡുകളും നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. മേൽപ്പാല നിർമ്മാണത്തിന് ഭരണാനുമതി നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. നിർമ്മാണത്തിനാവശ്യമായ തുക വായ്പയെടുത്താണ് കോർപ്പറേഷൻ പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. വായ്പാ തുക തിരിച്ചടയ്ക്കാൻ കോർപ്പറേഷൻ തന്നെ തുക കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ഇതുപ്രകാരം 2010 മുതൽ കോർപ്പറേഷൻ നിർമ്മിച്ച റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ ഏർപ്പെടുത്തിയാണ് വായ്പാ തുക തിരിച്ചടവിനുള്ള പണം സമാഹരിക്കുന്നത്. ആളൂർ മേൽപ്പാലത്തിൽ ടോൾ ഏർപ്പെടുത്താനുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നീക്കവും ഇതനുസരിച്ചാണെന്ന് അറിയുന്നു. ആളൂരിൽ അപ്രോച്ച് റോഡ് പണി നടക്കുന്ന സമയത്ത് റോഡിൽ ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങളെ തടയുന്നതിന് ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ ഹമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അതേസമയം ടോൾ ബൂത്ത് സ്ഥാപിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആളൂർ പാലത്തിൽ ടോൾ പിരിവ് ആരംഭിക്കരുതെന്ന് നിയോജകമണ്ഡലം MLA കൂടിയായ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 18-ന് കളക്ടർ ഡോക്ടർ A. കൗശികന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ ടോൾ പിരിവ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. TCV കൊടകര. ആളൂർ മേൽപ്പാലത്തിൽ സ്ഥാപിച്ച ടോൾ ബൂത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജെ കളത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് ടോൾ ബൂത്ത് JCBയുടെ സഹായത്തോടെ റോഡിൽ നിന്ന് നീക്കം ചെയ്തത്. ഇതേ തുടർന്ന് CPM BJP പ്രവർത്തകർ പ്രതിഷേധ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയി. പട്ടിക്കാട് തെക്കുംപാടത്ത് നിന്ന് 1 കിലോ കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PL ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പീച്ചി ആൽപ്പാറ സ്വദേശി ചുള്ളിയിൽ ധനീഷാണ് പിടിയിലായത്. 2 കവറുകളിലായി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സാബു മാർക്കോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ അജയകുമാർ, വർഗീസ് ആന്റണി, KC അനന്തൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PS വിശാൽ, വത്സരാജ്, PT സുരേഷ്, ഷിജു വർഗീസ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂർ സെന്ററിൽ കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ കടവരാന്തയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവുന്നവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊരട്ടി മാമ്പ്രയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 3 പേർക്ക് സംഭവത്തെക്കുറിച്ച് ബന്ധമില്ലെന്ന് ബോധ്യമായത് പോലീസിനെ കുഴയ്ക്കുകയാണ്. ആലുവയിലെ അടവാശ്ശേരിയിൽ നിന്ന് സ്കോർപിയോ കാറടക്കം 3 പേരെ ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഇവർ ഇന്നലെ മാമ്പ്രയിലെത്തിയത് മണൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമായി. തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തിയോട് കസ്റ്റഡിയിലായവർ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജ്യേഷ്ഠത്തിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു. പുഴക്കടവിലേക്ക് വഴി ചോദിക്കുക മാത്രമാണ് വാഹനത്തിലെത്തിയയാൾ ചോദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മാത്രമല്ല, സംഭവം നടന്നുവെന്ന് പറയുന്ന പ്രദേശം ജനത്തിരക്കേറിയതാണ്. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് 3 മണിക്കൂറിന് ശേഷം വീണ്ടും സംഘമെത്തി കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന് പറയുന്നതിലും ആശയക്കുഴപ്പമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് പത്രം ഏജന്റ് മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം സ്വദേശി തൈപ്പറമ്പിൽ നാരായണന്റെ മകൻ 64 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:15 അപകടം. പത്രം വിതരണത്തിനിടെ കൊറ്റംകുളം തോണിപ്പറമ്പ് ക്ഷേത്രം റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഭാസ്കരന്റെ ബൈക്കിലിടിച്ച ബൈക്കിലുണ്ടായിരുന്ന എടത്തിരിഞ്ഞി പാറക്കുളം വീട്ടിൽ സുലൈമാൻ മകൻ റോഷനെ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ഭാസ്കരനെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ ഉടനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാസ്കരന്റെ കൂടെയുണ്ടായിരുന്ന ചളിങ്ങാട് സ്വദേശി പുതിയ വീട്ടിൽ മുക്താറിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ ഇന്ന് കൂട്ട അവധിയെടുത്തത് രോഗികളെ വലച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കേരള സർക്കാർ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു കൂട്ടാവധി. വിവിധ സർക്കാർ ആശുപത്രികളിലെത്തിയ രോഗികൾ ഡോക്ടർമാരുടെ പണിമുടക്ക് മൂലം ദുരിതത്തിലായി. മിക്ക രോഗികൾക്കും ചികിത്സ കിട്ടാതെ മടങ്ങേണ്ടി വന്നു. അതേസമയം ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഡ്യൂട്ടിക്ക് ഹാജരായിരുന്നു.
കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയും സർക്കാർ ആശുപത്രികളും സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ധർണ. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഭവൻ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഡോക്ടർ രമേഷ് കുമാർ, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ ബാലചന്ദ്രൻ, ഡോക്ടർ ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂരിൽ വാഹനാപകടത്തിൽ ചിറ്റാട്ടുകര സ്വദേശിയായ യുവാവ് മരിച്ചു. ചിറ്റാട്ടുകര കാക്കശ്ശേരി പുതിയ പറമ്പിൽ തോമസ് മകൻ 42 വയസ്സുള്ള ജോജുവാണ് മരിച്ചത്. ടോറസ് ലോറി ഡ്രൈവറായ ജോജു ചിറ്റാട്ടുകരയിൽ നിന്ന് ആലത്തൂരിലേക്ക് വാഹനവുമായി പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റ ജോജുവിനെ ആലത്തൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെ മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ 10-ന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ സംസ്കരിക്കും. നാടിന് ഉത്സവഛായ പകർന്ന് പുതിയറയിൽ അംഗൻവാടി ഉദ്ഘാടനം. ചാവക്കാട് നഗരസഭ 30-ാം വാർഡിലെ 103-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. ദഫ്മുട്ട്, തെയ്യം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ശീതീകരിച്ച മാതൃകാ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നത്. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ AK സതീരത്നം അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ KM അലി, മാലിക്കുളം അബ്ബാസ്, MP രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരെയും കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു. MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചിട്ടുള്ളത്. വൈറൽ പനി ബാധിച്ച 302 പേർ ഇന്ന് ജില്ലയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇവരിൽ 21 പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി. വയറിളക്ക രോഗബാധയുടെ 51 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനിയുടെ 2 കേസും ചിക്കൻ പോക്സിന്റെ 3 കേസും ഹെപ്പറ്റൈറ്റിസ് B 1 റിപ്പോർട്ട് ചെയ്തു. മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് പുതിയ ആശുപത്രിയിൽ സ്ത്രീ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിന് നവീകരിച്ച് 5-ാം വാർഡ് ഹൌസ് സർജൻമാർക്ക് താമസത്തിന് നൽകാൻ തീരുമാനിച്ചു. നെഞ്ചുരോഗാശുപത്രിയിൽ ഒട്ടേറെ സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് രോഗികൾക്ക് നൽകേണ്ട വാർഡ് താമസത്തിനായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് സ്വകാര്യത ഉറപ്പാക്കുന്ന രീതിയിലാണ് വാർഡ് നവീകരിച്ചത്. 3 മാസം മുൻപ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോഴാണ് സ്ത്രീ രോഗികളെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത്. MBBS പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ നെഞ്ചുരോഗാശുപത്രിയിലാണ് സൗകര്യം ഒരുക്കിയിരുന്നത്. 30 പേർക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് 90 പേരെ ആശുപത്രി അധികൃതർ ഉൾക്കൊള്ളിച്ചത് പരാതിക്കിടയാക്കി. വനിതാ കമ്മീഷൻ അംഗം KA തുളസി വിദ്യാർത്ഥികളുടെ താമസ സൗകര്യങ്ങൾ പരിശോധിക്കുകയും അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തതിന്റെ മറവിലാണ് പുതിയ ക്രമീകരണം. ചാലക്കുടി ആളൂർ മേൽപ്പാലത്തിന് സമീപം വിദ്യാർത്ഥിയെ തീവണ്ടിയിടിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവ കീഴ്മാട് സ്വദേശിയും പത്രപ്രവർത്തകനുമായ ദേവസിയുടെ മകൻ 22 വയസ്സുള്ള സിബിയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 2-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മരിച്ച സിബി. ജീവിതാനുഭവങ്ങൾ എഴുതിവെച്ചാൽ കഥയാകില്ലെന്നും അനുഭവങ്ങളിൽ നിന്ന് സവിശേഷത കണ്ടെത്തുമ്പോഴാണ് നല്ല കഥാകൃത്തുകൾ ഉണ്ടാകുന്നതെന്നും മലയാള സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ പറഞ്ഞു. അധ്യാപകൻ സച്ചി രചിച്ച ലിറ്റിൽ മൂമെന്റ്സ് ബിഗ് മെമ്മറീസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യവിദ്വേഷം ഒഴിവാക്കിയാലേ നല്ല കലാകാരനാകൂവെന്ന്, സ്നേഹമാണ് മനുഷ്യനെ മികച്ച കലാകാരനാക്കുന്നതെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു. റിട്ടയർഡ് അധ്യാപിക ഹർഷല രഘുറാം പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ M. അജിത് കുമാർ രാജ, മാധ്യമപ്രവർത്തകൻ സന്തോഷ് ജോൺ തൂവൽ, സോമ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ MG റോഡ് വികസനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് മേയർ രാജൻ ജയപ്പല്ലൻ അറിയിച്ചു. 22 മീറ്റർ വീതിയിലാണ് MG റോഡ് വീതി കൂട്ടുന്നത്. 1-ാം ഘട്ടത്തിൽ നടുവിലാൽ ജംഗ്ഷൻ വീതി കൂട്ടിയിരുന്നു. 2-ാം ഘട്ടമായി MG റോഡ് കോട്ടപ്പുറം പാലം വരെയാണ് വീതി കൂട്ടുന്നതെന്ന് മേയർ പറഞ്ഞു. കെട്ടിടം പണിയുമ്പോൾ ഫ്രീ സറണ്ടർ ചെയ്തിട്ടുള്ള ഭൂമിയും മേയറുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുതന്ന സ്ഥലവും കോർപ്പറേഷൻ തിങ്കളാഴ്ച ഏറ്റെടുക്കും. 20 ദിവസം കൊണ്ട് കോട്ടപ്പുറം പാലം വരെ വീതി കൂട്ടുന്ന പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. MG റോഡ് വീതി കൂട്ടുന്നതിനും കാനകൾ പുനർനിർമ്മിക്കുന്നതിനും തെറമ്പിൽ രാമകൃഷ്ണ MLAയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. മുതുവറ സെന്ററിലെ സൂപ്പർ മാർക്കറ്റിൽ ഷട്ടർ കുത്തി തുറന്ന കള്ളൻ മോഷണം നടത്തുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. വെസ്റ്റ് ഹിൽ സൂപ്പർ മാർക്കറ്റിലെ മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് TCVക്ക് ലഭിച്ചത്. തല മുണ്ടുകൊണ്ട് മൂടിയ മോഷ്ടാവ് കാഷ്യർ മേശയിൽ നിന്ന് 10,000 രൂപയും സോപ്പും പെർഫ്യൂമുകളും മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
കുറുമാലി റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ചിരുന്ന ഗാനർ മാറ്റി പാളം പൂർവ്വസ്ഥിതിയിലാക്കി. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പാളമാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷൊർണൂർ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പല സ്റ്റേഷനുകളുമായിട്ടായിരുന്നു ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നത്. ഇന്ന് വൈകിട്ട് 6 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ വരെ നീണ്ടു നിൽക്കുമെന്നും ട്രെയിൻ ഗതാഗതം ആ സമയങ്ങളിലെല്ലാം തടസ്സപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ടി കെ ചന്ദ്രന്റെ നേതൃത്വത്തിൽ 100ഓളം തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു ഭാഗത്തെ 25 മീറ്റർ നീളത്തിലുള്ള ഗാനറുകൾ മാറ്റി മണിക്കൂറുകൾക്കകം തന്നെ റെയിൽവേ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണിട്ട ശേഷം അതിനു മുകളിൽ ക്വാറി വേസ്റ്റും മെറ്റലും ഉപയോഗിച്ച് റെയിൽ പാളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചൊവ്വാഴ്ച ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഗാനറുകൾ മാറ്റി റെയിൽ പുനഃസ്ഥാപിക്കും. അടിപ്പാത നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിന്റെ കയ്യെഴുത്ത് രേഖകളുടെ പകർപ്പ് സാഹിത്യ അക്കാദമിക്ക് കൈമാറുമെന്ന് ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഇൻഡോളജി പ്രൊഫസറായ ഡോക്ടർ ഹെയ്കെ ഒബർലിൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി ലൈബ്രറിയിലെ സന്ദർശന വേളയിലാണ് അദ്ദേഹം ഈ വാഗ്ദാനം നൽകിയത്. യൂറോപ്പിലെ ആദ്യത്തേത് എന്ന് പറയപ്പെടുന്ന മലയാളം കോഴ്സിന്റെ സുഗമമായ നടത്തിപ്പിന് അക്കാദമിയുടെ സഹായം ഹെയ്കെ അഭ്യർത്ഥിച്ചു. സാഹിത്യ അക്കാദമി ഡിജിറ്റലൈസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ 1001 പുസ്തകങ്ങളുടെ പകർപ്പ് അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ പ്രൊഫസർ ഹെയ്കെക്ക് നൽകി. പൈതൃക തികവിൽ തല ഉയർത്തി നിന്നിരുന്ന അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മന ഇനി ഓർമ്മകളിലേക്ക്. ഒരു കാലത്ത് ദേശത്തിന്റെയും ജന്മിത്വത്തിന്റെയും മുഖമുദ്രയായി തലയുയർത്തി നിന്നിരുന്ന നാലുകെട്ടുകളിൽ പലതും ദശാബ്ദങ്ങൾക്ക് മുമ്പേ അപ്രത്യക്ഷമായപ്പോൾ വാസ്തുചാതുര്യം കൊണ്ടും ശില്പഭംഗി കൊണ്ടും പ്രൗഢി വിളിച്ചറിയിക്കുന്ന അന്തിക്കാട്ടെ ചെങ്ങഴുന്നല്ലൂർ എന്ന ചെങ്ങന്നൂർ മനയും ഓർമ്മയാവുകയാണ്. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ മന അന്നത്തെ വലിയ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 21 ഏക്കറിലധികം സ്വത്തുവകകൾ ഉണ്ടായിരുന്ന തറവാട് ഭാഗം വെച്ചതോടെ മന ഉൾപ്പെടെ 4.5 ഏക്കറായി ചുരുങ്ങി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊമ്പൻ രംഗനാഥൻ ചെങ്ങല്ലൂർ മനയുടേതായിരുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നാണ് ചെങ്ങന്നൂർ മനയിലേക്ക് ആനയെ കൊണ്ടുവന്നത്. രംഗനാഥന്റെ ശേഷിക്കുന്ന അസ്ഥികൂടം തൃശൂർ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ 8 കാതുകളുള്ള വലിയ ചരക്ക് ചെങ്ങല്ലൂർ മനയുടെ കൗതുകങ്ങളിൽ ഒന്നായിരുന്നു. തച്ചുശാസ്ത്രം കൊണ്ടും വാസ്തുവിസ്മയം കൊണ്ടും കൗതുകം പകരുന്ന ചെങ്ങല്ലൂർ മന 16 കെട്ടായിരുന്നു എന്ന് പഴയ തലമുറക്കാർ പറയുന്നു. പിൽക്കാലത്ത് 4 കെട്ടായി ചുരുങ്ങുകയായിരുന്നു. മനയോട് ചേർന്നുള്ള 3 വലിയ കുളങ്ങളും പാമ്പുംകാവുമെല്ലാം നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മരത്തടിയിൽ കടഞ്ഞെടുത്ത തൂണുകളും മരപ്പാടികൾ കൊണ്ടുള്ള ചുവരുകളും ഭീമൻ വാതിലുകളും തച്ചുവിസ്മയമായ ഗോവണികളുമൊക്കെ മനയുടെ ഭാഗമാണ്. ചില സിനിമാ ചിത്രീകരണത്തിനും പശ്ചാത്തലമായിട്ടുണ്ട് ചെങ്ങല്ലൂർ മന. TCV അന്തിക്കാട്. യൂത്ത് കോൺഗ്രസ് കോലരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടോമിൻ തച്ചങ്കരിയുടെ കോലം കത്തിച്ചു. കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്ന് മന്ത്രി CN ബാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താൻ തച്ചങ്കരി ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കോലം കത്തിച്ചത്. കോലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലിൻസൺ തിരൂർ, റഹീം പാമ്പൂർ, വിജയകുമാർ, രവി പോലുവളപ്പിൽ, ജയ ജോൺ താഞ്ചൻ, ഹരി നമ്പലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കേച്ചേരി ത്രിവേണി ഫാർമസി കോളേജുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രിയദർശിനി ആശുപത്രി കൺസ്യൂമർ ഫെഡ് ഏറ്റെടുത്തതിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ സംഘം രജിസ്ട്രാറുടെ അംഗീകാരത്തോടെയാണ് സ്ഥലവും കെട്ടിടവും കൺസ്യൂമർ ഫെഡ് വാങ്ങിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. പടിയൂരിൽ DYFI BJP സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. DYFI പ്രവർത്തകരും പടിയൂർ സ്വദേശികളുമായ അടിപ്പറമ്പിൽ പ്രസീൻ, പടിമാട്ടുവളപ്പിൽ സാൻജോ, വള്ളംപറമ്പിൽ അരുൺ പോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. 8ഓളം വരുന്ന BJP പ്രവർത്തകർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു. കാട്ടൂർ പോലീസിൽ പരാതി നൽകി. അഴിമതി കൊലപാതക കേസുകളിൽ ആരോപണ വിധേയനായ മന്ത്രി CN ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതുവറയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KJ ബൈജു അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി C സുമേഷ്, CPM പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി KS കുട്ടി, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം IB സന്തോഷ്, പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി KS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ LDFന്റെ നഗരസഭാ മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI ഏരിയ സെക്രട്ടറി നിധിൻ ദേവസിയാണ് ചാലക്കുടി SI A നൌഷാദ് അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചാരണ ജാഥ നടത്തറയിൽ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. M വിജയൻ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ KB സുമേഷ്, വൈസ് ക്യാപ്റ്റൻ സാറാമ റോബ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ വൈകിട്ട് 5-ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജാഥ സമാപിക്കും.
എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ദേശങ്ങളിൽ തെങ്ങുകളിൽ മിലിബഗ് രോഗവും വെള്ളീച്ചകളുടെ ആക്രമണവും വ്യാപകമായതിനെ തുടർന്ന് കൃഷി വിദഗ്ധരുടെ സംഘം പരിശോധനയ്ക്കെത്തി. എൻഡോമോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മണി ചെല്ലപ്പൻ, പാത്തോളജി വിഭാഗം പ്രൊഫസർ എസ് ബീന, ഡെപ്യൂട്ടി ഡയറക്ടർ എൽ ജയശ്രീ, ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഷാജൻ മാത്യു, ജില്ലാ ടെക്നോളജി മാനേജർ മേഴ്സി തോമസ് എന്നിവരടങ്ങുന്ന കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും സംയുക്ത സംഘമാണ് പരിശോധനയ്ക്കായി എളവള്ളിയിൽ എത്തിയത്. രോഗബാധിത പ്രദേശങ്ങളിൽ മിലി ബാഗിനേക്കാൾ വെള്ളീച്ചകളെയാണ് കൂടുതലായി കണ്ടെത്തിയത്. വെള്ളീച്ചകൾ നീര് ഊറ്റിക്കുടിക്കുന്നത് മൂലം ക്രമേണ തെങ്ങോലകൾ ഉണങ്ങും. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മാതൃകകൾ പരിശോധന നടത്തി മിത്രകീടങ്ങളുടെ സാന്നിധ്യം വിലയിരുത്തിയാണ് ചികിത്സ തീരുമാനിക്കാൻ കഴിയുക എന്ന് വിദഗ്ധർ പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ വാഗ, കൊക്കൂർ പ്രദേശങ്ങളിലാണ് രോഗബാധ തെങ്ങുകളിൽ കൂടുതലായി കണ്ടിട്ടുള്ളത്. കൊക്കൂരിൽ രോഗബാധയുള്ള കർഷകരുടെ കൃഷിത്തോട്ടങ്ങൾ വിദഗ്ധ സംഘം സന്ദർശിച്ച് പരിശോധന നടത്തി. കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ പരമാചാര്യനായിരുന്ന പട്ടിക്കാന്തോടി രാവുണ്ണി മേനോന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരത്തിന് കഥകളി നടനും കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളുമായ വാഴയങ്കട വിജയനെ തെരഞ്ഞെടുത്തു. ഈ മാസം 18-ന് ഗുരുസ്മരണ ദിവസം വൈകിട്ട് 5-ന് കൂത്തമ്പലത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡി ബാബു പോൾ പുരസ്കാരം സമ്മാനിക്കും. പുതുക്കാട് ആനന്ദപുരത്ത് നിന്ന് വീട്ടമ്മയെയും 4 മക്കളെയും കാണാനില്ലെന്ന് പരാതി. ആനന്ദപുരം തറയിലക്കാട് തെക്കേത്തറ സംഗീതന്റെ ഭാര്യ സജിത, മക്കളായ അരുൺ, അൽസ, അഭിഷേക്, ഋഷി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. ചുവപ്പും ക്രീമും നിറത്തിലുള്ള ചുരിദാറാണ് കാണാതാകുമ്പോൾ സജിത ധരിച്ചിരുന്നത്. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പുതുക്കാട് പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ്. റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ LP സ്ക്വാഡ് പിടികൂടി. കൊഴുക്കുള്ളി സ്വദേശി പൂവത്തിങ്കൽ ചന്ദ്രനാണ് LP സ്ക്വാഡ് അംഗങ്ങളായ വിനോദ് N ശങ്കർ, ശശിധരൻ, പ്രീബു എന്നിവർ ചേർന്ന് പിടികൂടിയത്. ജില്ലയിലെ പോളിടെക്നിക്കുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയം. തൃശൂർ MTI, നെടുപുഴ വനിതാ പോളിടെക്നിക്, തൃപ്രയാർ ശ്രീരാമ, അളകപ്പനഗർ ത്യാഗരാജ, കൊരട്ടി, കുന്നുംകുളം, ചേലക്കര എന്നിവിടങ്ങളിൽ മുഴുവൻ പാനലുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയം നേടി. ഏറെ വിവാദമായ TP 51 എന്ന ചലച്ചിത്രം തൃശൂർ കൈരളി തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചു. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസിംഗിൽ നിന്ന് 30ഓളം തിയേറ്ററുകൾ പിൻവാങ്ങി. CPMന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തിയേറ്ററുകൾ പ്രദർശനത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ KFDCയുടെ കീഴിലുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് സിനിമാ മേഖലയുടെ ചുമതലയുള്ള മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചാണ് കൈരളി തിയേറ്ററിൽ ചിത്രത്തിന്റെ 2 പ്രദർശനം സജ്ജമാക്കിയിട്ടുള്ളത്. പ്രശ്ന സാധ്യത കണക്കിലെടുത്ത് തിയേറ്ററിൽ പോലീസ് സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരത്തിലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും കസ്റ്റഡിയിൽ. പ്രതികളുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. നാട്ടികയിൽ AIYF പ്രവർത്തകൻ അൻസിലിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായി. തൃപ്രയാർ പോളിടെക്നിക് കോളേജിലെ മുൻ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ആദിത്യനാണ് പിടിയിലായത്. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ ജാമ്യാപേക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനിടയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് DCC ബ്ലോക്ക് ഭാരവാഹികളുടെ പുനഃസംഘടന പ്രതിസന്ധിയിലേക്ക്. ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് പുനഃസംഘടനയുമായി സഹകരിക്കില്ലെന്ന് സൂചന. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനവാൽ വിൽപ്പന നടത്തുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ടീം TCV നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചത്. TCV ഇൻവെസ്റ്റിഗേഷൻ. കൈക്കൂലി വാങ്ങുന്നതിനിടെ കോർപ്പറേഷൻ റവന്യൂ വിഭാഗം ജൂനിയർ ക്ലർക്കിനെ വിജിലൻസ് പിടികൂടി. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി രവീന്ദ്രനാണ് അറസ്റ്റിലായത്. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ട് അപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Penco Marbles and Granites. ജോസ് ആലുക്കാസ്.